വാഹന ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൽ നിൽ ഡിപ്രീസിയേഷൻ പോളിസി അഥവാ ബമ്പർ ടു ബമ്പർ പോളിസി എടുക്കുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ആഡ് ഓൺ കവറേജസ് ഉണ്ട് എന്ന് ഇന്നലെ സൂചിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സ് ആണ്. എന്തൊക്കെയാണ് ഈ ഒരു കവറേജസ്? പ്രധാനപ്പെട്ട കമ്പനികൾ നൽകുന്ന കവറേജസുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചാണ്, അഥവാ പിന്നെ കമ്പനി ടു കമ്പനി ഇത് ഡിഫറൻസ് ഉണ്ടാവും. അതിലൊന്നാണ് നമ്മൾ റിട്ടേൺ ടു ഇൻവോയ്സ് കവറേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വാഹനം വാങ്ങിച്ചിരുന്ന റിട്ടേൺ ഇൻവോയ്സ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലെയിം ലഭിക്കും. അത് വളരെ എളുപ്പത്തിൽ ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം രൂപയുടെ വാഹനം വാങ്ങിച്ചു, അതിന്റെ ഇൻവോയ്സ് വാല്യൂ 10 ലക്ഷം രൂപയാണ്. അത് പിന്നീട് രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷവും നമ്മളത് ഇൻഷുറൻസ് എടുക്കുന്നു 8 ലക്ഷത്തിനാന്ന് വിചാരിക്കാം. അത് വാഹനം ഫുൾ ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇൻവോയ്സ് ഉള്ള വാല്യൂവിന്റെ ബേസിൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ലഭ്യമാവും. പിന്നെയുള്ളൊരു കവറേജാണ് നമുക്ക് എൻജിൻ പ്രൊട്ടക്ഷൻ കവറേജ്. സാധാരണ രീതിയിൽ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി വാഹനത്തിനെടുക്കുമ്പോൾ എൻജിൻ പ്രൊട്ടക്ഷൻ കവറേജ് ഉണ്ടാവില്ല. അത് നമ്മളൊരു പ്രളയത്തിൽപ്പെട്ടു, വാഹനം എൻജിനിൽ വെള്ളം കയറി എൻജിൻ മൊത്തം കേടായി, സാധാരണ രീതിയിൽ നമുക്കത് ലഭിക്കില്ല. എന്നാൽ എൻജിൻ പ്രൊട്ടക്ഷൻ കവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എൻജിനുമായി ബന്ധപ്പെട്ട ഒരു കവറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെയുള്ളതാണ് നമുക്ക് കീ പ്രൊട്ടക്ഷൻ. കീ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കീ ലോസ് ആവുക, കളവ് പോയി അല്ലെങ്കിൽ അത് കേടായി കഴിഞ്ഞാൽ നമുക്ക് ഈ കീ പ്രൊട്ടക്ഷൻ കവറേജ് എടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കവറേജ് ലഭ്യമാണ്. പിന്നെയുള്ളതാണ് കൺസ്യൂമർ ഐറ്റംസ് കവറേജ്. സാധാരണ രീതിയിലുള്ള ഒരു വാഹനത്തിന് ഇൻഷുറൻസിൽ നമുക്ക് കൺസ്യൂമർ ഐറ്റംസ് ഉണ്ടാവും. ഉദാഹരണത്തിന് ലൂബ്രിക് ഓയിലുകൾ, പിന്നെ അതേപോലെ തന്നെ ഗ്രീസ് അല്ലെങ്കിൽ AC-യുടെ ഗ്യാസ് തുടങ്ങിയ സംഗതികൾ നമുക്ക് ഒരു വാഹനം റിപ്പയർ ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ മാറ്റി റീഫിൽ ചെയ്യേണ്ടതൊക്കെ വരും. ഇത്തരം കവറേജ് സാധാരണ രീതിയിൽ ഉൾപ്പെടില്ല. നമുക്ക് ഈ കൺസ്യൂമർ ഐറ്റംസ് കവറേജ് എടുത്തു കഴിഞ്ഞാൽ അത് ഉൾപ്പെടുന്നതാണ്. പിന്നെയുള്ളതാണ് NCB പ്രൊട്ടക്ഷൻ കവറേജ് എന്ന് പറയുന്നത്. NCB പ്രൊട്ടക്ഷൻ കവറേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനം ഒരു വർഷം തീരെ ക്ലെയിം ഇല്ലാതെ നമ്മൾ അടുത്ത വർഷം പുതുക്കുന്ന സമയത്ത് നമുക്ക് NCB കിട്ടും, നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞാൽ. ആ ഒരു NCB പ്രൊട്ടക്ഷൻ കവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ ഒരു ക്ലെയിം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ NCB നഷ്ടപ്പെടും. എന്നാൽ NCB പ്രൊട്ടക്ഷൻ കവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ഉണ്ടായാലും അടുത്ത വർഷം പുതുക്കുമ്പോൾ NCB ലഭ്യമാകും. പ്രീമിയം വാഹനങ്ങൾക്കാണ് ഇത് കുറച്ചുകൂടി അപ്ലിക്കബിൾ ആകുക, മറ്റുള്ള കാര്യത്തിൽ അത് ചിലപ്പോൾ നഷ്ടമായിരിക്കും. പിന്നെയുള്ളതാണ് നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ്. സാധാരണ വാഹനങ്ങൾക്ക് ഏതെങ്കിലും റോഡ് വക്കിൽ നിന്നും കേടായി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടാവും. അത് എക്സ്ട്രാ കവറേജ് ആയിട്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അത് ലഭ്യമാണ്. പിന്നെയുള്ളത് കൺസ്യൂമർ ഐറ്റംസ്. കൺസ്യൂമർ ഐറ്റംസ് അല്ല, പേഴ്സണൽ ബിലോങ്ങിങ്സ്. നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ ഈ വാഹനത്തിൽ വെച്ച് മറന്നു കഴിഞ്ഞാൽ, അത് ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാണ്. പിന്നെയുള്ളത് നമുക്കിതുമായി ബന്ധപ്പെട്ട് ലോസ് ഓഫ് കണ്ടന്റ് കവറേജ്, ടയർ ആൻഡ് അലോയ് കവറേജ്. ടയർ ആൻഡ് അലോയ് കവറേജ് സാധാരണ രീതിയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു വാഹനത്തിന് ടയർ അല്ലെങ്കിൽ അലോയ് വീൽ ഒന്നും ഒരു കവറേജിൽ ഉൾപ്പെടില്ല. നമുക്ക് ഇതിന് എക്സ്ട്രാ ആഡ് ഓൺ കവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കവറേജ് നമുക്ക് ലഭിക്കുന്നതാണ്.